ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അങ്ങനെ തഞ്ചാവൂർ സീരീസിലെ രണ്ടാമത്തെ ടെമ്പിൾ ആണ് ബൃഹദീശ്വര ക്ഷേത്രം, പെരിയ കോവിൽ, രാജരാജേശ്വര ക്ഷേത്രം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെമ്പിളിലേക്കാണ് നമ്മുടെ യാത്ര. ഇതൊരു ശിവക്ഷേത്രമാണ്. രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 11ാം നൂറ്റാണ്ടിൽ, അതായത് AD 1010 ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായത്. ഇക്കഴിഞ്ഞ 2010 നമ്മുടെ ഈ ക്ഷേത്രത്തിന് 1000 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ കവാടം. 16ാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന മറാഠ രാജാക്കന്മാരാണ് ഈ കാണുന്ന കവാടവും ഇതിനോടൊപ്പം തന്നെയുള്ള ചുറ്റുമതിലും നിർമ്മിച്ചത്. കുണ്ടുകളോ മലകളോ പാറക്കൂട്ടങ്ങളോ ഒന്നുമില്ലാത്ത വളരെ നിരപ്പായ ഭൂപ്രകൃതിയാണ് തഞ്ചാവൂരിൻ്റെത്. എന്നാൽ ഈ ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. തഞ്ചാവൂരിന് 60-70 കിലോമീറ്റർ ദൂരെയുള്ള പുതുക്കോട്ടെ എന്ന സ്ഥലത്തുള്ള കരിങ്കൽ കൂട്ടം പൊട്ടിച്ചിട്ടാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 100 കണക്കിന് ആനകളും 1000 മനുഷ്യന്മാരും കഠിനാധ്വാനം ചെയ്താണ് ഇത്രയും ദൂരം ഉരുട്ടിത്തള്ളി നീക്കി ഇത്രയും ദൂരം ആ കല്ലുകൾ എത്തിച്ചിട്ട് നമ്മുടെ ഈ ബൃഹദീശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഗോപുരം കടന്ന് അകത്ത് ചെല്ലുമ്പോൾ കാണുന്ന ഗോപുരമാണ് കേരളാന്തക ഗോപുരം. ഈ പേര് വരാനായിട്ട് ഒരു കാരണമുണ്ട്, ഒരു കഥയാണ്. അത് പറയാം. ബൃഹദീശ്വര ക്ഷേത്രവും കേരളാന്തക ഗോപുരവുമാണ് രാജരാജ ചോളൻ ആദ്യമായിട്ട് പണി കഴിപ്പിച്ചത്. തുടർന്ന് ഈ സ്വപ്ന സാക്ഷാത്കാരം കാണാനായിട്ട് രാജരാജ ചോളൻ മറ്റു രാജാക്കന്മാരെ ക്ഷണിക്കുകയുണ്ടായി. അക്കാലത്ത് കേരളം ഭരിച്ചിരുന്നത് ഭാസ്കര രവിവർമ്മൻ എന്ന ചേര രാജാവായിരുന്നു. ക്ഷേത്രം കാണാനുള്ള ക്ഷണവുമായി വന്ന രാജരാജ ചോളന്റെ ദൂതനെ ഭാസ്കര രവിവർമ്മൻ തടവിലാക്കി. ഇതറിഞ്ഞ കോപാകുലനായ രാജരാജ ചോളൻ സൈന്യവുമായി ചെന്ന് ഭാസ്കര രവിവർമ്മനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അങ്ങനെ കേരള രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മനെ യുദ്ധത്തിൽ തോൽപ്പിച്ച വിജയം ആഘോഷിക്കാനായി രാജരാജ ചോളൻ പണി കഴിപ്പിച്ച ഗോപുരമാണ് ഈ കാണുന്ന കേരളാന്തക ഗോപുരം. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മള് 3ാമത്തെ ഗോപുരത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന തൂണുകളാണ് ഇതിന്റെ പ്രത്യേകത. ഈ കാണുന്ന 40 അടി ഉയരമുള്ള ഒറ്റക്കൽ കരിങ്കൽ പാളികളിലാണ് ഈ ഗോപുരം പണിതിട്ടുള്ളത്. ഗോപുരത്തിന്റെ അടിസ്ഥാനം ഈ ഭീമാകാരമായ ഈ പാളികളിലാണ്. നമ്മൾ അങ്ങനെ 2ാമത്തെ കേരളാന്തക ഗോപുരവും കടന്ന് 3ാമത്തെ ഗോപുര പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. രണ്ടാം ഗോപുരവും കടന്ന് നമ്മൾ 3ാം ഗോപുര പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൃഹദീശ്വര ക്ഷേത്രം. അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പൂർണ്ണമായും കരിങ്കൽ പാളികൾ കൊണ്ടും കരിങ്കല്ലുകൾ കൊണ്ടും നിർമ്മിതമായ ബൃഹദീശ്വര ക്ഷേത്രത്തില് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഇതിന്റെ ചുമരിലായിട്ട് ഇതേപോലെ ഓൾഡ് തമിഴ് ലിപിയിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഈ ക്ഷേത്രം എങ്ങനെയൊക്കെ പണി കഴിഞ്ഞു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ പണി തുടങ്ങി വെച്ചത് AD 1002 അരുൾമൊഴിവർമ്മൻ എന്ന ചോള രാജാവാണ്. രാജരാജ ചോളൻ പിന്നീട് ക്ഷേത്ര നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. പല്ലവ രാജാക്കന്മാർ കാഞ്ചീപുരത്ത് നിർമ്മിച്ച മനോഹര ക്ഷേത്രങ്ങൾ കണ്ടിട്ടാണ് രാജരാജ ചോളൻ ഇത്തരം ഒരു ക്ഷേത്രത്തെ കുറിച്ച് ചിന്തിച്ചത്. കാഞ്ചീപുരത്തെ ക്ഷേത്രങ്ങളെക്കാൾ മനോഹരവും വലുതുമാകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ചോള രാജാക്കന്മാർ നിർമ്മിച്ച ആദ്യത്തെ ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം.
എല്ലാ ശിവക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും നന്ദികേശ വിഗ്രഹമാണ് മുൻപിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നന്ദികേശ വിഗ്രഹമാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിലുള്ളത്. 12 അടി ഉയരവും 25 ടൺ ഭാരവുമുള്ള നന്ദികേശ വിഗ്രഹമാണിത്. രാജരാജ ചോളൻ സ്ഥാപിച്ചത് ചെറിയ നന്ദികേശ വിഗ്രഹമായതിനാൽ അന്ന് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ തഞ്ചാവൂർ ഭരിച്ചിരുന്ന സമയത്ത് 16-ാം നൂറ്റാണ്ടിൽ വലിയ അമ്പലത്തിൽ ചെറിയ നന്ദികേശ വിഗ്രഹമോ എന്ന് പറഞ്ഞ് അവർ ഈ മണ്ഡപവും അതിനോടൊപ്പം ഈ വലിയ നന്ദികേശ വിഗ്രഹവും സ്ഥാപിക്കുകയുണ്ടായി. ഈ കാണുന്ന പെയിന്റിങ് 300 വർഷം പഴക്കമുള്ള പെയിന്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? അതായത് നമ്മൾ ചെമ്പരത്തിപ്പൂവൊക്കെ കുറെ നേരം കയ്യിലിട്ട് ഉരച്ചാൽ കിട്ടുന്ന ഒരു കളറാണ് ഈ പെയിന്റിങ്ങിൻ്റെത്. 17-ാം നൂറ്റാണ്ടില് തഞ്ചാവൂര് ഭരിച്ചിരുന്ന മറാത്ത രാജാക്കന്മാരുടെ സംഭാവനയാണ് ഈ പെയിന്റിങ്. ബൃഹദീശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ച് ഒന്ന് നോക്കാം. ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശിവലിംഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഈ ശിവലിംഗം എന്നാണ് പറയപ്പെടുന്നത്. ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളതാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗം. 18 അടിയാണ് ആകെ ഉയരം. അത് 3 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അടിഭാഗം ബ്രഹ്മഭാഗം, മധ്യഭാഗം വിഷ്ണുഭാഗം, മുകൾ ഭാഗം ശിവഭാഗം. മുകൾ ഭാഗത്ത് 3 വരകളുണ്ട്. അവ ജനനം, ജീവിതം, മരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നവയാണ്. ശിവലിംഗത്തിന് മുകളിലായി 5 തലകളുള്ള സർപ്പമുണ്ട്. പഞ്ചലോഹത്തിലാണ് സർപ്പവിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളായ വായു, ജലം, അഗ്നി, ഭൂമി, ആകാശം എന്നിവയാണ് അവ സൂചിപ്പിക്കുന്നത്. ഈ കാണുന്നതാണ് പ്രധാന ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ ഗണേശ ക്ഷേത്രം. ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് 17-ാം നൂറ്റാണ്ടിൽ മറാത്ത രാജാക്കന്മാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേത്രം മുഴുവൻ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഇന്റർലോക്കിംഗ് രീതി തന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ബേസ്മെന്റ് 6 അടി മാത്രം താഴ്ചയിലാണുള്ളത്. അപ്പോൾ ഈ കരിങ്കല്ല് കൊണ്ടിട്ടുള്ള ഈ നിർമ്മിതി 1000 വർഷം പഴക്കമുള്ളതാണെങ്കിൽ ഇതിനൊരു കേടുപാടും പറ്റിയിട്ടില്ല എന്നതാണ് ഇതിന്റെ വാസ്തവവും അത്ഭുതവും. ഇവിടുത്തെ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ നിർമ്മാണ രീതിയാണ്. അതെങ്ങനെയാണെന്നല്ലേ? 18 അടി ഉയരമുള്ള ശിവലിംഗമാണ് ശ്രീകോവിലിനുള്ളത്. അതായത് പ്രതിഷ്ഠയേക്കാൾ ചെറുതാണ് ശ്രീകോവിൽ. ആദ്യം പ്രതിഷ്ഠ നടത്തി, പിന്നീട് ശ്രീകോവിലും ശ്രീകോവിലിനുള്ള ഗോപുരവും പണിതു. പിന്നീട് പുറത്തേക്കുള്ള മണ്ഡപവും ക്ഷേത്ര കവാടവും പണിതു. അങ്ങനെ അകത്തു നിന്നും പുറത്തേക്ക് എന്ന രീതിയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന 81 ടൺ ഭാരമുള്ള ഒറ്റക്കൽ താഴികക്കുടം. ഇത് ഒരു ടാസ്ക് തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോ അന്ന് ശില്പികൾ ചെയ്തത് എന്താന്ന് വെച്ചാല് ഒരു ചരിവുതലം ഉണ്ടാക്കി. ആ ചരിവുതലത്തിന് 6 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു. എന്നിട്ട് ആനകളെ ഉപയോഗിച്ച് ആ ചരിവുതലത്തിലൂടെ പാറകൾ ഉരുട്ടിക്കയറ്റിയാണ് ഗോപുരം മുകളിൽ എത്തിച്ചത്. ഒടുവില് താഴികക്കുടം സ്ഥാപിച്ച ശേഷം ശില്പികൾ കൊത്തുപണികൾ മുകളിൽ നിന്ന് താഴേക്ക് ചെയ്തു വരികയായിരുന്നു. എന്താലേ, ഓരോ അത്ഭുതം സൃഷ്ടിക്കുന്ന ഓരോ വഴികളാണ് ഇതെല്ലാം. ഈ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആന ചരിയുകയുണ്ടായി. ആ ആനയെ മറവ് ചെയ്ത സ്ഥലത്ത് ഗണേശ വിഗ്രഹം സ്ഥാപിച്ച് ദോഷം തീർക്കാനായി പൂജിച്ചിരുന്നു. ആ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നവഗ്രഹങ്ങളെ ശിവലിംഗ രൂപത്തിൽ പൂജിക്കുന്ന ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. അതുമാത്രമല്ല 27 നക്ഷത്രങ്ങളെയും ഇവിടെ ശിവലിംഗ രൂപത്തിൽ പൂജിച്ചു വരുന്നു. കൂടാതെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ ശിവലിംഗങ്ങൾക്കിടയിലൂടെ മാഞ്ഞു പോയ ചില ചുമർ ചിത്രങ്ങളും. ചിലത് മായാതെയുണ്ട്.
പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ഷേത്രം പണി കഴിപ്പിച്ച ശില്പിയുടെ പേരാണ്. കുഞ്ഞറമല്ലൻ രാജരാജ പെരുന്തച്ചൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചോളന്മാർ മാത്രമല്ല, വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാരും നായ്ക്കർ രാജാക്കന്മാരും മറാഠ രാജാക്കന്മാരും എല്ലാം തന്നെ അവരവരെ കൊണ്ട് ആകുന്ന തരത്തിൽ ഈ ക്ഷേത്രത്തിന് സംഭാവന നൽകുകയുണ്ടായി. ശ്രീകോവിലിന് നേരെ എതിർവശം പാർവതി ദേവി ക്ഷേത്രമാണ്. ബൃഹദീശ്വരന്റെ ഭാര്യ ആയതുകൊണ്ട് ബൃഹത് നായകി എന്നാണ് ഇവിടെയുള്ളവർ വിളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറി മാറി വന്ന പല രാജാക്കന്മാരും അവരവരെ കൊണ്ടാകുന്ന തരത്തിൽ ഈ മഹത്തായ ക്ഷേത്രത്തിന് സംഭാവന നൽകിയിട്ടുള്ളവരാണ്. അതിലൊന്നാണ് വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാർ പണി കഴിപ്പിച്ച സുബ്രഹ്മണ്യ ക്ഷേത്രം. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആണ് ഈ ക്ഷേത്രത്തിന് വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാർ നൽകിയിട്ടുള്ളത്. വിജയനഗര സാമ്രാജ്യകാലത്ത് പണി കഴിപ്പിച്ച എല്ലാ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായ ഒരു ഭംഗിയും പ്രൗഢിയും ഉണ്ടാകും. കാരണം അതിന്റെ അതിസൂക്ഷ്മമായ നിർമ്മാണ ശൈലി തന്നെയാണ്. ക്ഷേത്രത്തിലെ നെയ്വിളക്കുകൾ കത്തിക്കുന്നതിനായി നെയ്യ് ലഭ്യമാകാൻ വേണ്ടി 4000 പശുക്കളെയും 7000 ആടുകളെയും 40 എരുമകളെയും രാജരാജ ചോളൻ നൽകിയിരുന്നു. ക്ഷേത്ര നടത്തിപ്പിനായി 195 ഉദ്യോഗസ്ഥരെയും നിത്യനിദാന ചെലവുകൾക്കുമായി 2500 ഏക്കർ കൃഷിഭൂമിയും കൂടെ അദ്ദേഹം വിട്ടു നൽകി. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിത്താണ് പകൽ സമയത്ത് നിഴൽ നിലത്ത് വീഴില്ല എന്നത്. എന്നാൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴും വൈകിട്ട് അസ്തമിക്കുമ്പോഴും നിഴൽ നിലത്ത് വീഴാറുണ്ട്. ഉദയാസ്തമയങ്ങളിൽ ഒഴികെ നിഴൽ നിലത്ത് വീഴാത്തതിന്റെ കാരണം അതിഭീമമായ ക്ഷേത്ര നിർമ്മിതി തന്നെയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ നടന്നത്. ബൃഹദീശ്വര ക്ഷേത്രം കാണുക, അതിൻ്റെ ഉള്ളിൽ കയറുക, ഭഗവാനെ ദർശിക്കുക എന്നത് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. അതിന് എനിക്ക് ഒരു അനുഗ്രഹവും കൂടെ ലഭിച്ചു എന്ന് വേണം പറയാൻ. കാരണം 2 തവണ നമ്മൾ അമ്പലം കാണാൻ സാധിച്ചു, അതും 2 ഭംഗിയിൽ. ഒന്ന് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും. വൈകുന്നേരം കണ്ടത് ഒരു പ്രത്യേകതരം അനുഭൂതിയായിരുന്നു നമുക്ക് നൽകിയിരുന്നത്. നമ്മൾ ആ അമ്പലത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ഈ കാണുന്നതാണ് നമ്മൾ വൈകുന്നേരം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അമ്പലത്തിന്റെ ഒരു ഭംഗി. രാവിലെയും വൈകിട്ടും ചെന്നതില് എനിക്ക് വൈകിട്ട് പോയതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ 1 മണിക്കൂർ മുന്നാണ് നമ്മൾ അവിടെ എത്തിയത്.
അമ്പലത്തിൽ കയറി, ശ്രീകോവിലിനുള്ളിൽ കയറി ഭഗവാനെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി അമ്പലമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ രാവിലെ കാണാൻ ചെന്നത്. ആ രാത്രി പോയത് എന്തുകൊണ്ട് നന്നായെന്ന് ഞങ്ങൾക്ക് അപ്പോൾ തോന്നിയിരുന്നു. കാരണം അമ്പലം അടയ്ക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ആ സമയം തന്നെ അവിടെ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു. അമ്പലം അടയ്ക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ദീപാരാധന കഴിയുന്ന പോലെ എന്ന് പറയുന്ന ചടങ്ങ്. ആ സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട്, ഒരു ഫീൽ ഉണ്ട്, നമ്മൾ ആ കാലത്ത് ജനിച്ചിരുന്നവരാണോ, അങ്ങനെയുള്ള ഒരു ഫീലൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ പോയത്. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും ആ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് ബൃഹദീശ്വര ക്ഷേത്രം നൽകിയിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു നിർമ്മിതിയും അത്ഭുതവുമാണ് ബൃഹദീശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം സമ്മാനിച്ച ഒരു യാത്ര കൂടിയാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. നിങ്ങൾക്കും എൻ്റെ ഈ ചെറിയ വീഡിയോയിലൂടെ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പകർന്നു തരാൻ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ തഞ്ചാവൂരിന്റെ യാത്ര 2ാം ക്ഷേത്രത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് തന്നെ വേഗം വരാം. ബൈ ഫ്രം കൃപ വ്ലോഗ്സ്.